ഇന്ന് ബിയമോള് ഞാൻ പേരക്ക പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മളെ പേരമരം കണ്ടില്ലേ, ബിയമോൾക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പറിക്കുക അല്ലേ. ഇതാണ് നമ്മളെ തായ്വാൻ പിങ്ക് പേര കേട്ടോ. മരമൊക്കെ ചെരിഞ്ഞിട്ടുണ്ട്, പേരയുടെ വെയിറ്റ് കൊണ്ടിട്ടോ. നല്ല വലിയ പേര കണ്ടില്ലേ, ഇതൊക്കെ നല്ല മൂപ്പായി വന്നതാണ്. അപ്പൊ ഇഷ്ടം പോലെ പേരക്കകളുണ്ട്. ഇതിലൊക്കെ കണ്ടോ, ഇവിടെ ഇത് മൂപ്പായതാ. ചിലത് ഇതിലും വലുപ്പുണ്ടാവും, നല്ല വലുതൊന്നും ഉണ്ടായിരുന്നു. ഇതാ ഈ നെട്ടിലിട്ടോ 2 ദിവസം മുന്നേ ആരോ പറിച്ചു പോയി. ഇനി ഈ പേരക്ക കണ്ട ആരും പറിക്കും, പെട്ടെന്ന് എല്ലാവർക്കും പറിക്കാൻ പറ്റിയൊരു മരമാണ് കേട്ടോ. ഹൈറ്റ് ഒന്നും ഇല്ല, ചെറിയ മരം ആയതുകൊണ്ട്. ഈ മോളൊന്ന് പൊന്തിയേക്ക് കണ്ടില്ലേ, ഓളക്കാട്ടിയും ചെറുതാ മരം. ഇങ്ങനെ ഈ രണ്ട് കമ്പും പ്രൂൺ ചെയ്തെടുത്ത ഓളക്കാട്ടിയും ചെറുതാണ് നമ്മളെ മരം. അത്രയും പെട്ടെന്ന് പറിക്കാൻ പറ്റിയൊരു മരമാണ്. അപ്പൊ ഇതാ ഇതിൽ കണ്ടോ, അതിന്റെ നല്ല തയ്യാ, അത് ഹോം ഗ്രൗണ്ട് തൈയാണ്. തായ്വാൻ പിങ്ക് ഗുവ എന്നൊക്കെ എഴുതി കണ്ടില്ലേ. നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ. ഇതിന് മുന്നേ നമുക്ക് 2 പേരൊക്കെ പറിക്കുന്നതിന്റെ വീഡിയോ ചെയ്ത് ആദ്യമായിട്ടുണ്ടായ പേരയാണ് അത്. നമ്മൾ തൈ വാങ്ങിക്കുമ്പോൾ തന്നെ ചെറിയ 2 പേരുണ്ടായിരുന്നു, അത് വലുതായതാ. അതിന് ശേഷം ഇഷ്ടംപോലെ അന്ന് ചെറിയ കായ്കളൊക്കെ ഉള്ളത് കാണിച്ച് അതൊക്കെ വലുതായതാട്ടത്. പിന്നെ ഞങ്ങൾ ഇതാ ഈ വലുത് തന്നെ ഉണ്ട് പറിക്കുക അല്ലേ. ബിയമോൾക്ക് പറിക്കണോ? ഇതാ പറിക്കാൻ പോവാണേ. ഇതാ ബിയമോൾക്ക് തന്നെ കൊടുക്കാം, വലിയ പേരക്ക. എങ്ങനെയുണ്ട്? സൂപ്പർ പേരക്ക അല്ലേ. എന്നാ ഇത് കിട്ടാം, അതോ എന്തിടല്ലേ സ്പീഡിൽ കിട്ടോ. ഇനി നമുക്ക് ഇതും കൂടെ പറിക്കാം. ഇത് കുറച്ച് ദിവസമായി ബിയമോള് പറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ മൂപ്പായി വിചാരിക്കും, കുറച്ച് നല്ല ആവണം, എന്നാലേ ചിലപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ അത് മൂപ്പായിട്ടില്ല. കണ്ടാൽ നമുക്ക് വിചാരിക്കും പെട്ടെന്ന് ആയിട്ടുണ്ടെന്ന്. ഈ ഒരു നിറം വരും കേട്ടോ, നല്ല മൂപ്പായി കഴിഞ്ഞാൽ. നല്ല സൂപ്പർ പേര. ഇതിലും വലുതല്ലേ ആ പറിച്ചു പോയത്. നല്ല ഇതിലും കുറച്ചുകൂടെ വലുപ്പുണ്ട്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ ആയിന്ന് വിചാരിക്കും, പക്ഷെ മൂപ്പായിട്ടുണ്ടാവില്ല. കുറച്ച് സമയം എടുക്കും ഇങ്ങനെ നിന്നാലും. പക്ഷെ പഴുക്കൂല കേട്ടോ, പെട്ടെന്നൊന്നും പഴുക്കൂല. അങ്ങനെ ചെടിയിൽ ആയിക്കൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ നമ്മൾ സാധാ പേരൊക്കെ എങ്ങനെ ഈ നിറം വന്നാലും നമ്മൾ മൂപ്പായി തിരിച്ച് പറിക്കും. ഞങ്ങള് അങ്ങനെ പറിച്ചാൽ ആവൂല, എന്തായാലും മൂപ്പായി കിട്ടൂല. ഇത് നമ്മൾ നട്ടിട്ട് ഏകദേശം 6 മാസമായി. നമ്മൾ തുടക്കത്തിൽ നമ്മൾ വാങ്ങിച്ച ഉടനെ 2 കായ്കളുള്ളത് നമ്മൾ ആദ്യം പറിച്ചത്, പിന്നെ ആയതാട്ടത്. ഇപ്പൊ 6 മാസം കൊണ്ട് തന്നെ ഇത്രയായി. ഇനി ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ 1 വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ കായ്കളുണ്ടാവും. പിന്നെ ഇത് സിമ്പിളായിട്ട് ആർക്കും നട്ടു കൊടുക്കാൻ പറ്റിയ സാധനം. സ്ഥലപരിമിതി എന്നൊരു ഒരു വിഷയമല്ല. നമുക്ക് വലിയ ബാരലിൽ നടാം, അല്ലെങ്കിൽ വലിയ ചട്ടിയിൽ നടാം. ഞങ്ങൾ പിന്നെ ഇവിടെ നിലത്ത് നടാൻ സൗകര്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നട്ടു കൊടുത്താണ്. അപ്പം ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പേരയ്ക്ക അത്. എല്ലാവരും പ്രശ്നം പേരൊക്കെ മരമാവുന്നല്ലേ, ഇത് മരമാവുന്ന പേടിയേ വേണ്ട. ഇപ്പം പോലെ വിയ ഇതൊക്കെ ഈ ഒരു കുത്തൊന്നുകൂടെ അടിച്ചു കൊടുക്കും, മരം അങ്ങോട്ട് ചെരിയുന്നുണ്ട് ഈ കായ്കളെ വെയിറ്റ് കൊണ്ട്. ഇതൊന്ന് ഇങ്ങനെ ഉറപ്പിക്കണം നമുക്ക്. ഈ നമ്മളൊരു കല്ലെടുക്കും, അവിടുന്ന് ചെറിയ കല്ലും കഷ്ണം അതാ അവിടെ നോക്ക്. അതെടുത്തു, അത് വലിയ കല്ലല്ലേ, അടുപ്പിച്ച് അതെടുത്ത. നമുക്ക് ഉണ്ടോ കുറച്ച് ആയിക്കട്ടെ, അങ്ങനെ ആക്കട്ടെ. എന്തായാലും നമുക്ക് വലിച്ച് കെട്ടണം പേര. പെട്ടെന്ന് എല്ലാവരും വന്നാൽ കണ്ണ് കെട്ടി പോട്ടെ നമ്മുടെ പേര കണ്ടാൽ. പിന്നെ ഇത് കുറച്ച് മറവിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ട്. എന്താ വെച്ചാൽ ആരും ഞെട്ടിപ്പോതാ. നോക്ക് പേര, അല്ല അടിപൊളി പേരല്ലേ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴല്ലേ എത്ര വലിയ പേരാണല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇന്ന് പേരായിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കഴിക്കണം. അതിനാണ് ഞാൻ ബിയമോൾ ഇത് പറിക്കണം എന്ന് പറഞ്ഞല്ലേ. നല്ല ആമ്പല് വിരിഞ്ഞുണ്ടോ? ഈ ആമ്പല് വിരിഞ്ഞ് ഇതായോ? ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഇതായി വരുന്നുള്ളൂ. ഇത് കണ്ടില്ല. ബിയമോളെ കയ്യിലെ സാധനം കണ്ടോ? ഈ കുളത്തിൽ ബിയമോൾക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് അല്ലേ, ഇതുപോലത്തെ തവളക്കുട്ടന്മാര്. ഒരു മൂന്നോ 4 എത്രണ്ണല്ലേ, കുറയൊന്നുമില്ല, 3-4 ഉള്ളൂ. അതിനെ കിട്ടിയതാ. ഇങ്ങനെ പിടിക്കാൻ ബിയമോൾക്കും ഐസൂന് ധൈര്യമുള്ളൂ കേട്ടോ. നമുക്ക് തവളിനെ പിടിച്ചിരിക്കുന്നത് ഇതല്ലല്ലോ, വലുതില്ലേ. എവിടെ നോക്കിയൊക്കെ ഇതിനുള്ളിൽ എവിടെ ഉണ്ടാവും. എപ്പോഴും ബിയമോളെ കാണാതായി കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ തവളനെയും പിടിച്ച് കളിക്കും. ഒരു കുഴപ്പമില്ല, തവളകളെ വേറെ ആൾക്ക് പിടിക്കാനും നിന്ന് കൊടുക്കും കേട്ടോ. നമുക്ക് ഈ തൈ നട്ടെടുക്കാനില്ലേ. ഇത് ഇന്നലെ കുഞ്ഞാത്ത കൊണ്ടുവന്നതാണ്, വലിയ പപ്പായ കേട്ടോ അത്യാവശ്യം. അപ്പൊ അതിന്റെ തൈ ഇന്നലെ കൊടുത്തിട്ട് ഇത് നട്ടു കൊടുക്കാണ്ട് അപ്പൊ നമ്മള് വെള്ളത്തിൽ ഇറക്കി വെച്ചാണ്. തവളിനടക്കെ ഇനി നമുക്ക് പോയിട്ട് പേരക്ക മുറിക്കണ്ടേ. കൈ കഴിച്ചു കേട്ടോ. ഇത് നമ്മളെ കൊണ്ടാട്ടം ഉണ്ടാക്കാനുള്ള മുളക് വെയില് ഇങ്ങോട്ട് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ റെഡിയായി വരുന്നുണ്ട്. ഇന്നലെയൊക്കെ മഴ തുടങ്ങിയ പിടിച്ച പോലെ ആയിരുന്നില്ലേ. മഞ്ഞളൊക്കെ നട്ടു തീർത്ത്. അപ്പം
മുളകൊന്നും കൂടെ നല്ല വെയിൽ വെട്ടിക്കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. ഞങ്ങളൊരു വാഴനില വെട്ടിയെടുക്കാൻ പോയതിനു ബിയമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ മുല്ലപ്പൂ ഉണ്ട് അല്ലേ? മുല്ലപ്പൂ കാണിച്ചു കൊടുക്ക്. ആ നോട്ടെ മണത്തോട്ടെ, നല്ല മണുണ്ട്. മഴ ചെയ്യാത്തോണ്ട് കേട്ടോ, മഴ ചെയ്ത മുല്ലിന്റെ മണം ഉണ്ടാവില്ല. അപ്പൊ മുല്ല ഇഷ്ടം പോലെ ഉണ്ട്. അതോടെ വെച്ചോ. അപ്പം വാഴയില ഇവിടെ വെക്കണ്ടേ. നമ്മളെ പേരക്കൊക്കെ നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ടോ. രണ്ടും നല്ല സൂപ്പർ പേരകളാണ്. നമുക്കിത് മുറിക്കാം. വാ. പിന്നെ മുറിക്കുന്നതിന് മുന്നേ കാര്യം പറയാ, ഈ ഒരു സമയത്ത് പേരക്കയിലൊക്കെ പുഴുണ്ട്. നമ്മളെ വയലറ്റ് പേരയിലും നമ്മൾ 2 ദിവസം മുന്നേ പേരക്ക പറിക്കുന്നതിന്റെ വീഡിയോ ചെയ്ത്, വലിയ പേരക്ക. അതിലൊക്കെ പഴുത്തയില്, മൂപ്പായിലല്ല, നല്ല മൂത്തിട്ട് പഴുപ്പ് തുടങ്ങുന്നതിലൊക്കെ പുഴുണ്ട്. അപ്പൊ ഇനി ഇതിലെന്താ സ്ഥിതി എന്ന് അറിയില്ല. ഇതില് ആദ്യം നമ്മൾ വേനലെല്ലാം ഇത് പറിച്ചത്, അപ്പൊ കുറച്ച് മഴ തുടങ്ങിയത് കൊണ്ട് ഇതെല്ലാം മുറിക്കുക. പുഴുവൊന്നുമില്ല, സൂപ്പറാണ്. നല്ല പിങ്ക് നിറം ഉണ്ടാവില്ല കേട്ടോ, ലൈറ്റ് ആയിട്ടുള്ള നിറം കണ്ടില്ലേ. പുഴുവും കാര്യമൊന്നുമില്ല, കറക്റ്റ് പാകത്തിലാണ് പറിച്ചത്. എന്നിട്ട് കണ്ടില്ലേ കുറച്ച് ഉറപ്പുണ്ട്. അപ്പൊ നമ്മളൊക്കെ മുറിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. എന്തായാലും മധുരം ഉണ്ടാക്കി നോക്കണ്ടെന്നാ. ഇല്ല, സൂപ്പർ മധുരാണ്. വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല അല്ലേ, മഴ ഒന്നും പെയ്തിട്ട്. എങ്ങനെയുണ്ട്? അടിപൊളി. അത് കഴിച്ചോ. നല്ല മധുരം ഉണ്ടാവും ഈ പേരക്ക്. പിന്നെ കുറച്ച് കറുമുറ കടിച്ചങ്ങനെ പൊട്ടി അലുത്തു പോവില്ല. അപ്പോൾ ഇതാ നമ്മൾ മുളക് പൊടി ഉപ്പ് നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇട്ടിട്ട് ഇളക്കുന്നില്ല, കുറച്ചും കൂടി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിന് എടുത്തിട്ട് അങ്ങനെ മുക്കി കഴിക്കാം അല്ലേ. നല്ല പീസ് എടുക്കുക, ഇങ്ങനെ വെക്കുക. കുറച്ച് കൂടിപ്പോയോ തട്ട, ഇങ്ങനെ മുക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടോ. കഴിക്കട്ടെ. അടിപൊളി. ഈ ഉപ്പും മധുരവും എരിവും കൂടെ വന്നപ്പോ പേരക്കെല്ലാം മധുരമുള്ള നിങ്ങൾ നോക്കി കഴിച്ചോ. കുറച്ച് നോക്കിക്കോ, ഫുള്ളായിട്ട് നോക്കണ്ട കേട്ടോ, ചിലപ്പം എരിവ് കൂടുതലുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. കുഞ്ഞോൾക്ക് കൊതിയാണ്ട്. അപ്പം കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തായാലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ തേച്ചാൽ എന്താ പറയുക, കൂടുതൽ മുളക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടിയാണെങ്കിൽ അടിപൊളി. അപ്പം ഇതിലോട്ടേ ഇങ്ങനെ ഇടാം. എന്താ ടേസ്റ്റ്. എരുണ്ട്, അങ്ങനെ മുക്കിയപ്പോൾ കുറച്ച് എരിവ് കൂടിയതാ. ഇത് നമ്മളെ ഇവിടെ പൊടിച്ച മുളകാട്ടോ, അപ്പൊ കുറച്ച് എരിവ് കൂടുതലുണ്ട്. നമ്മളെ തോട്ടത്തിൽ ഉണ്ടായ മുളക് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്തപ്പോഴേ കുറച്ച് കാശ്മീർ ചില്ലിയും ബാക്കി നമ്മുടെ മുളകും കൂടെ ആയതുകൊണ്ട് നിറം കിട്ടും, പക്ഷെ എരിവ് കുറച്ച് കൂടുതലാണ്. അപ്പൊ ഒന്നുകൂടെ കഴിച്ചിട്ട് നമ്മളെ വീഡിയോ നിർത്താം. എരിവുണ്ടേനും കഴിക്കാതെ വെക്കാനും വയ്യ. വിമോൾക്ക് മതിയോ? വിമോൾ കഴിച്ചിട്ട് എരിവ് കൂടിയിട്ട് ഓടി. അങ്ങനത്തേനൊക്കെ നല്ല എരിവ് വേണം, എന്നാലും ഇതിന്റെ കറക്റ്റ് രുചി കിട്ടുള്ളൂ. അപ്പം ഈ സമയത്ത് പേര കിട്ടുന്നവരൊക്കെ ഇങ്ങനെ ഈ ഐറ്റം എല്ലാവരും ചെയ്യലുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്കൊന്നും പേരൊക്കെ വേണ്ടി വരില്ല. ഈ സമയത്ത് അങ്ങനെ തിന്നാൻ കഴിയും. ഇന്ന് തായ്വാൻ പിങ്ക് പേര ഇതല്ല, അടിപൊളി പേരക്കിന് എരി കളർ ആയിട്ടുണ്ട്. നല്ല മധുരം മാത്രമല്ലേ, ഒരു മഴയുള്ള പീസും കൂടെ എടുത്ത് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ പേരൊക്കെ നട്ടു വെക്കാം, പെട്ടെന്ന് കായ്ക്കും. അപ്പോൾ പറ്റുന്ന എല്ലാവരും ഇതിനൊക്കെ തൈ വാങ്ങി വെക്കുക. ഒരുവിധ നഴ്സറിയിലൊക്കെ ഇതിന്റെ തൈകൾ കിട്ടും. അടിപൊളി.